പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരവും രക്തവുമാണ്. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ ഓരോ ദിവസവും കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 52-ാം വാക്യം 71 വരെയുള്ള വചനമാണ് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശു പറയണം, എൻ്റെ ശരീരം യഥാർത്ഥ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവന് നിത്യജീവനുണ്ടാവും. യേശുവിൻ്റെ വാക്കാണ്. മരുഭൂമിയിൽ മന്ന പൊഴിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ നിത്യജീവൻ്റെ എൻ്റെ ശരീരമായ രക്തമാണ്. ഹല്ലേലൂയ. അതിനെ ശ്രവിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. 52-ാം വാക്യം. ഇതേപ്പറ്റി യഹൂദരുടെ ഇടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെ എങ്ങനെ കഴിയും? യഹൂദന്മാർ യേശുവിൻ്റെ മുമ്പിൽ വെച്ചിട്ടൊരു തർക്കം നടക്കുകയാണ്. ഇവൻ്റെ ശരീരം, ഇവൻ ജോസഫിൻ്റെ മകനും മറിയത്തിൻ്റെ മകനല്ല, അവർക്ക് ഇതെല്ലാം അറിയാം. അപ്പോൾ ഇവൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെ എങ്ങനെ കഴിയുമെന്ന് യഹൂദര് യേശുവിൻ്റെ മുമ്പിൽ വെച്ച് ചോദിക്കുന്നു. ഹല്ലേലൂയ. അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുകയില്ല. അപ്പം ഈ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന യേശുവിൻ്റെ ശരീരവും രക്തവും നമുക്ക് പുതുജീവൻ നൽകും. ഓരോ പ്രഭാതത്തിലും ബലിയർപ്പണത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് യേശുനാഥൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചാൽ അവന് അന്നേ ദിവസം ജീവൻ്റെ വെളിച്ചം ഉണ്ടാവും. അവൻ നടക്കുന്നത് പ്രകാശത്തിലായിരിക്കും. അന്ധകാരം അവനെ വിട്ടുപോകും. ഹല്ലേലൂയ. യേശുവേ നന്ദി. 54-ാം വാക്യം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഉണ്ടാവും. അവിടെ എഴുതി വച്ചിരിക്കുകയാണ് യേശുനാഥൻ. 54-ാം വാക്യം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടാകും. ഇത് കർത്താവിൻ്റെ വാക്കാണ്. അധരത്തിലൂടെ, ദൈവപുത്രൻ്റെ അധരത്തിലൂടെ വന്ന വാക്കാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ വിശ്വസിക്കണം. ഇത് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നത്. ഹല്ലേലൂയ. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യേശു പറയുന്നു, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. യേശുവേ വരണേ, യേശുവേ നന്ദി. ഹല്ലേലൂയ. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. യേശു പറയുന്നു, എൻ്റെ ശരീരം നിങ്ങൾക്ക് യഥാർത്ഥമായ ഭക്ഷണമാണ്. അത് വയറ് നിറഞ്ഞ് ഭക്ഷിക്കാം. വിശപ്പുണ്ടാകിയില്ല, ദാഹിയില്ല. യേശു പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും.
എന്നാണ് യേശുനാഥൻ പറയുന്നത്. ഹല്ലേലൂയ. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ എന്നാണ് യേശുനാഥൻ പറയുന്നത്. എൻ്റെ രക്തം പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും, ഞാൻ അവൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. അവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഇത് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശു പറയുന്നു 57-ാം വാക്യം, ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ജീവിക്കുന്നവനായ സ്വർഗീയ പിതാവ് എന്നെ അയച്ചു. യേശു പറയുന്നു. ഹല്ലേലൂയ. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. യേശു പറയുന്നു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ അവനും ജീവിക്കും. വിശ്വസിക്കുന്നു. കർത്താവാണ് നമ്മുടെ ജീവൻ്റെ അപ്പം. സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവം നമുക്ക് തന്ന ഏകപുത്രനായ യേശുനാഥൻ. ഹല്ലേലൂയ. 58-ാം വാക്യം, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അപ്പമാണ്. യേശു പറയുന്നത് ഇത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാണ്. യേശുനാഥൻ എവിടെ നിന്നാണ് വന്നത്? സ്വർഗത്തിൽ നിന്നും. പിതാവിൻ്റെ അടുക്കൽ പിതാവ് പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ ശരീരവും രക്തവും നമ്മെ ശക്തിപ്പെടുത്തും, നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന കഴിച്ച് അവരെ വഴി നടത്തി, പക്ഷേ അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. യേശു പറയുന്നു, അതുപോലെയല്ല ഈ അപ്പം. ഇത് യേശുവിൻ്റെ യഥാർത്ഥമായ ശരീരവും രക്തവുമാണ്. ഇത് എൻ്റെ ശരീരവും അപ്പമാണ്. മന്ന ഭക്ഷിച്ചതുപോലെയല്ല എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 6-ാം അധ്യായം 6-ാം അധ്യായം 1 മുതൽ 71 വരെയുള്ള തിരുവചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശു വരെ 2 ദിവസമായിട്ട് നമ്മൾ ഇത് ധ്യാനിച്ച് പോരുന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ നന്ദി, യേശുവേ ആരാധന. കബർനാമിൽ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. കബർനാമിൽ സിനഗോഗിൽ ഒരു പള്ളിക്കകത്തൊരു ദേവാലയത്തിലിരുന്ന് ശിഷ്യന്മാരോട് യേശുനാഥൻ പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഈ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന അപ്പമായ ശരീരത്തെ പറ്റിയെല്ലാം ഈ ശിഷ്യന്മാർക്ക് കേട്ടിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ. ഇതെല്ലാം കേട്ട് ശിഷ്യന്മാർ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അവർക്ക് അത് അസ്വസ്ഥമാകാൻ തുടങ്ങി. എന്താണത്? 60-ാം വാക്യം, ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്. ശിഷ്യന്മാർ പറയുന്നു, ഈ വചനം കഠിനമാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇതെൻ്റെ ശരീരമാണ്, ഇത് രക്തമാണെന്നൊക്കെ യേശുനാഥൻ പറയുമ്പോൾ അവരുടെ ചിന്ത വേറെയാണ്. യേശു പറഞ്ഞില്ലേ, ഞാൻ ഈ ദേവാലയം 3 ദിവസം പൊളിച്ചു പണിയുമെന്ന് പറഞ്ഞു. അവൻ്റെ ശരീരമായ അൽത്താരയാണ് പറഞ്ഞത്. ഇരിക്കുന്ന ശരീരവും രക്തത്തെ പറ്റിയാണ് യേശു പറയുന്നത്. പക്ഷേ അവർക്കത് തെറ്റിദ്ധരിച്ചു. അതുപോലെ ഇവിടെയും തെറ്റിദ്ധരിച്ചു. ഈ വചനം വളരെ കഠിനമാണ്. ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ഇത് ഉൾക്കൊള്ളാൻ ആർക്ക് കഴിയും? ഇത് അംഗീകരിക്കാൻ ആർക്ക് കഴിയും?
ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയുമെന്ന് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു. ഇത് ഒരു ശിഷ്യൻ മറ്റൊരു ശിഷ്യനോട് പറയണം, ചെവിട്ടിയിൽ പതുക്കെ പറയായിരിക്കും. അപ്പോൾ യേശു ഇച്ചിരി അകന്നായിരിക്കും നിന്ന് അതിനെ പ്രഘോഷിക്കുന്നത്. അപ്പോൾ യേശുവിന് എല്ലാവരുടെയും ഉള്ളറിയാം എന്താണ് ഇവർ പറയാൻ പോണത്, ഇവരുടെ സ്വഭാവം എന്താണ്, മനസ്സെന്താണ്. അപ്പോൾ ഇവരിങ്ങനെ ഇതിൻ്റെ അടുത്ത് ഭയങ്കര കഠിനമാണ്, ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നൊക്കെ ഇവരിങ്ങനെ പിറുപിറുക്കുകയാണ്. ഉടനെ എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു. ഇവർ പിറുപിറുക്കണ കണ്ടപ്പോൾ യേശുവിന് മനസ്സിലായി ഇവരെന്തോ വളരെ അധികം മോശമായി എന്നെപ്പറ്റി പറയുന്നു, പിറുപിറുക്കുന്നുണ്ടല്ലോ എന്ന്. ഇത് ഞങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? എന്താ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? നിങ്ങൾ എന്തായിരിക്കും പറയണത് അല്ലേ? നിങ്ങൾ ഭയപ്പെട്ടു പോകും, ഓടിപ്പോകും. അതാ കുരിശുമരണം. യേശു സ്ഥാപിക്കാൻ പോണ കുർബാനയെ പറ്റിയാണ് യേശു അവർക്ക് ഉപമയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അത് കണ്ടാലോ നിങ്ങളെല്ലാവരും ഓടിപ്പോകുമെന്നാണ് യേശു പറയണത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ്. എന്നിട്ട് യേശു പറയണം, എന്നിട്ട് 63 വാക്യം, ഇത് നമ്മൾ എല്ലാവരും ഹൃദയത്തിൽ ഉൾക്കൊള്ളണം, ആവർത്തിച്ച് പറയണം. 6:63 യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63 വാക്യം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കണ്ടോ, ആത്മാവും ജീവനുമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവ് ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും മരിക്കുന്നില്ല. ആത്മാവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളി മധ്യസ്ഥം യാചിക്കുന്നു, പുത്രനായ യേശുവിൻ്റെ കൂടെ നടക്കുന്നു. ചിലത് നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്നു, ചിലത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഇങ്ങനെയൊക്കെയുണ്ട് കുറേ കാര്യങ്ങൾ. കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ വചനം പങ്കിട്ട് കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവനോട് കൂടെയായിരിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശുനാഥൻ പറയുന്നതിൻ്റെ അർത്ഥം അവൻ്റെ ആത്മാവിനെ പറ്റിയാണ്. അത് നമുക്ക് കാണാൻ പറ്റും. എവിടെയെന്നറിയാമോ? ലാസർ മരിച്ച് 4-ാം ദിവസം യേശുനാഥൻ ആ മാർത്തയുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ വന്നിട്ട് അവൾ പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇത് കേട്ട ഉടനെ യേശു കണ്ണീര് പിടിച്ചെന്ന് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, എവിടെയാണ് അവനെ അടക്കം ചെയ്തിരിക്കുന്നത്? നമുക്ക് അവിടേക്ക് പോകാം. അവിടെ ചെന്നപ്പോഴത്തേനും മറിയം പറഞ്ഞ്, മരിച്ചിട്ട് 4 ദിവസമായി അടക്കം ചെയ്തിട്ട്, ഇപ്പം മണം വെച്ചിട്ടുള്ളത് എന്ത് കാണാനാണ് ഇനി? യേശു പറഞ്ഞ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് യേശുനാഥൻ ആ കുഴിമാടത്തിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് പിതാവിനോട് നന്ദി പറയുന്നു. എൻ്റെ വാക്ക് എപ്പോഴും കേൾക്കുമെന്ന് എനിക്കറിയാം. ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞിട്ട് ലാസറെ ഉയർപ്പിക്കാൻ പോയി. യേശുനാഥൻ എന്നിട്ട് പറഞ്ഞ് ആ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു. പിതാവിനോട് ഇത് പറഞ്ഞപ്പോൾ തന്നെ ലാസർ ആ കുഴിക്കുള്ളിൽ കുഴിമാടത്തിൽ ഉയർത്തെഴുന്നേറ്റ് അവൻ അവിടെ ഇരിക്കുകയാണ്. കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു.
കല്ലെടുത്ത് മാറ്റിയപ്പോഴും ലാസർ പുറത്തു വരുന്നില്ല. അവനെ ഉയർത്തെഴുന്നേറ്റ് പിതാവിനോട് നന്ദി പറയുകയും ഈ ജനം വിശ്വസിക്കുന്നതിന് ഇവരെ അറിയുന്നതിനുമെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു പിതാവിനോട് പറയുമ്പോൾ തന്നെ പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി ലാസറെ ഉയർപ്പിച്ചു. എന്നിട്ട് യേശു കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് കല്ലെടുത്ത് മാറ്റിയിട്ടും ലാസർ വരുന്നില്ല. ഉടനെ യേശു പുറത്ത് നിന്നുകൊണ്ട് വിളിക്കുകയാണ്, ലാസറെ പുറത്ത് വരിക. നമ്മുടെ ഒരു ഭവനത്തിൽ ഒരാൾ പേടിയായിട്ട് നിൽക്കുകയാണ്, വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, വരുന്നില്ല. ഉടനെ ഗ്ലാസ് ഇറക്കിയിട്ട് തോമസ് ആയിരിക്കും, അല്ലെങ്കിൽ ജോസഫ് ആയിരിക്കും, അല്ലെങ്കിൽ വർഗീസ് ആയിരിക്കും, വർഗീസേ ഇറങ്ങി വാ പോവാം എന്ന് പറയുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും അല്ലേ. അതുപോലെ ഇവനെ ലാസറെ പുറത്ത് വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വന്നിരിക്കുന്നു. യേശു വിളിച്ചപ്പോഴാണ് അവൻ കുഴിമാടത്തിൽ നിന്നും പുറത്തോട്ട് വരുന്നത്. പിതാവ് ഉയർപ്പിച്ചു, പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ നിറവേറ്റി. ലാസർ പുറത്ത് വരുന്നില്ല. വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നു. വന്നു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുക. ഈ കല്ലെടുത്ത് വെച്ചതാരാ? മനുഷ്യനാണ്. ഇവൻ്റെ ശരീരത്തിൽ കെട്ടിയതാരാണ്? മനുഷ്യനാണ്. അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ കെട്ടഴിക്കുക, അവൻ പോകട്ടെ. അങ്ങനെ അവൻ്റെ കെട്ടുകളൊക്കെ അഴിച്ചു. അവൻ സുഖമായി പുറത്തോട്ട്. കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതം. പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി പിതാവ് ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും പുത്രന് വേണ്ടി. ഹല്ലേലൂയ. ഇവിടെയും സംഭവിച്ചത് ഇതാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും ഇങ്ങനെയെല്ലാം കേട്ടിട്ടും വിശ്വസിക്കാത്തവരായി ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്. യേശുനാഥൻ്റെ ശരീരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുർബാനയിൽ എഴുന്നള്ളി വരുന്ന തിരുവോസ്തി രൂപനായ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ. അതിനകത്ത് ഈശോ ഉണ്ടോ ഇല്ലെന്ന് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? വിശ്വസിക്കാത്തവരാണ് ചിലവരൊക്കെ ഭക്ഷിക്കുന്നത്. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത്. ഇതിൽ വിശ്വസിക്കാത്തവരായി ചിലർ ഉണ്ട്. അവർ ആരെന്ന് തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. യൂദാസിനെ പറ്റിയാണ് യേശുനാഥൻ പറയണത്. ഇവനെ ഒറ്റിക്കൊടുക്കും, ഇവനെ എൻ്റെ ശരീരത്വം ഭക്ഷിക്കും, സാത്താൻ അവനിൽ കയറും, അവൻ ഒറ്റിക്കൊടുക്കും. നമുക്കത് കാണാൻ പറ്റും അല്ലേ. സഖീവൻ മാളികയിൽ യേശുനാഥൻ കുർബാന സ്ഥാപിച്ച് യൂദാസ് ആദ്യം യേശുനാഥൻ കൊടുക്കുന്നത് യൂദാസിനാണ്. അത് സ്വീകരിച്ചുടനെ സാത്താൻ അവൻ്റെ ഉള്ളിൽ കയറി 30 വെള്ളിക്കാശിന് വേണ്ടി അവൻ ഓടിപ്പോയി ഒറ്റിക്കൊടുത്തു. യേശു പറഞ്ഞില്ലേ, വിശ്വസിക്കാത്തവരായി ചിലരുണ്ടെന്ന്. അവൻ വിശ്വസിക്കാതെയാണ് യേശുനാഥൻ്റെ ഈ ശരീരം ഭക്ഷിക്കുന്നത്. അവിടെ കുർബാന സ്ഥാപിക്കുന്നുണ്ട് യേശുനാഥൻ. ഇതെൻ്റെ ശരീരമാണ്, ഇതിന് രക്തമാണെന്ന് പറഞ്ഞിട്ട് 12 ശിഷ്യന്മാർക്കും ആ സഖീവൻ മാളിയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരുവന് അവർ ചോദിക്കും, ആരാണ്? അപ്പോൾ യേശു പറയും, ഞാൻ ആർക്ക് മുക്കി അപ്പം കൊടുക്കുന്നുവോ അവനാണ്. അപ്പോൾ യൂദാസും ചോദിക്കുന്നുണ്ട്, ഗുരു അത് ഞാനാണോ? അവനവിടെ തെളിയണം. അവന് എടുത്തു കൊടുത്തത് നീ തന്നെ, നീ പൊയ്ക്കൊള്ളുക, നീ ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യുക. യേശുനാഥൻ പറഞ്ഞു, നീ ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യുക. യേശുനാഥൻ്റെ ശരീരം രക്തവും ഞായറാഴ്ച ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലും ഭക്ഷിച്ചിട്ട് യേശുനാഥൻ പറയണത്, നീ ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യുക. എന്താണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. എന്താണ്? കർത്താവിന് ഇഷ്ടപ്പെടാത്ത ചില പ്രവൃത്തികൾ, ചില വാക്കുകൾ, ചില നടപ്പുകൾ, ചില നോട്ടങ്ങൾ, അത് നീ പോയി ചെയ്യുക, ചെയ്തു കൊള്ളുക എന്നാണ് യേശുനാഥൻ പറയണത്. ഹല്ലേലൂയ. അവൻ പറഞ്ഞ്, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്നും വരം ലഭിച്ചതല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല. പിതാവിൽ നിന്നും ഒരു വരം ലഭിക്കണം. നമ്മൾ പിതാവിൽ നിന്നും ഒരു വരം ലഭിക്കാണ്ട് പുത്രനായ യേശുവിൻ്റെ അടിയിലേക്ക് ആർക്കും പ്രവേശിക്കുവാൻ സാധ്യമല്ല. പിതാവ് പറയണം. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ.
യേശുവേ നന്ദി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. നോക്കിയേ, കുറേ ശിഷ്യന്മാർ അപ്പോൾ വേറെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ കൂടെ. 12 ശിഷ്യന്മാരല്ലാണ്ട് കുറേ ശിഷ്യന്മാർ വേറെ, അതും ശിഷ്യന്മാരെന്നൊക്കെ പറയാം. അവരും വിട്ടുപോയി. ഇടവകയിൽ ഇടവങ്ങളായിട്ടൊക്കെ നിൽപ്പുണ്ടല്ലോ കുറേ. വിട്ടുപോണ പോലെ പിന്നെ അങ്ങോട്ട് പിന്നെ ദേവാലയത്തിലേ വന്നിട്ടില്ല. പിന്നെ ഒരിക്കലേ ഒരു സംഭവം നടന്നു. അതായത് പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുത്തിൻ്റെ മൊബൈല് ഭയങ്കരമായിട്ട് റിങ് ചെയ്യാൻ തുടങ്ങി. അച്ഛനത് ഭയങ്കരമായിട്ട് അസ്വസ്ഥമായി. അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആരാണ് ഈ മൊബൈലും കൊണ്ട് ഓൺ ആക്കി പള്ളിക്കകത്ത് ഇരിക്കുന്നത്? കുർബാന കാണാനാണോ വന്നിരിക്കുന്നത് എന്ന് അച്ഛൻ ചോദിച്ചു. അയാളൊരു നല്ല ഒരു മാന്യനായിരുന്നു. അയാൾക്ക് ഭയങ്കര വിഷമമായി. അപ്പം തന്നെ അയാൾ എഴുന്നേറ്റ് പള്ളിയിൽ നിന്ന് പുറത്തുപോയി. അയാൾക്കുള്ള മുഖത്തേക്ക് മറ്റുള്ളവരൊക്കെ നോക്കി അതൊക്കെ പുഞ്ചിരിക്കാൻ തുടങ്ങി. അത് അയാൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിപ്പോയി. ആ ദുഃഖം അയാളെ ഭയങ്കരമായിട്ട് വേട്ടയാടി. അയാൾ വേഗം വണ്ടി എടുത്തൊരു പ്രമാണിയും കൂടി ആയിരുന്നു ആ നാട്ടിൽ. നേരെ പോയത് ബാറില്ല. അയാൾ കുടിക്കൊന്നുമില്ലായിരുന്നു. ഈ വാക്ക് കേട്ടോണ്ടായിരുന്നു നേരെ ബാറിൽ പോയിട്ട് ഒരു കുപ്പി ബിയർ മേടിച്ച് കുടിക്കാൻ തുടങ്ങി. കുടിച്ച് അയാൾ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഇയാൾക്ക് പിന്നെ പള്ളിയിൽ വരാൻ തോന്നണില്ല. ഇയാൾ പിറ്റേ ദിവസം വീണ്ടും ഇതേ ബാറിൽ തന്നെ ചെന്ന് ബിയർ കുടിക്കുക. അന്ന് അയാൾ പോയിട്ട് ബിയർ കുടിച്ച് അവർ ബിയർ കൊടുത്ത് വീട്ടിൽ പോകുന്നു. അപ്പം ബിയർ കുടിക്കുമ്പോൾ ഒരു ചെറിയ കിക്കാവും അല്ലെ, പിറ്റാവും. 3-ാം ദിവസവും ചെന്നു. അന്ന് അയാൾ പറഞ്ഞ്, എനിക്ക് ബിയർ വേണ്ട, ഒരു പെഗ് തരാൻ പറഞ്ഞു. ദുഃഖമായിപ്പോയി. പള്ളി പോകാത്ത ദുഃഖം, അച്ഛൻ പറഞ്ഞതിൻ്റെ ദുഃഖം, അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തതിൻ്റെ വേദന. അവൻ ഒരു പെഗ് കുടിക്കാൻ തുടങ്ങി. പിന്നെ അവൻ ദിവസവും പോയിട്ട് ഒരേ പെഗ് കടിക്കാൻ തുടങ്ങി. അങ്ങനെ അവനൊരു വലിയ കുടിയനായി. പള്ളിയിൽ ഒരു ദിവസം പോലും വരില്ല, ബാറിൽ ദിവസവും പോകും. എങ്ങനെ പോയി നോക്കി? തെറ്റ് തന്നെയാണ്. അച്ഛൻ പറഞ്ഞതിൽ തെറ്റില്ല, ശരിയല്ലേ? മൊബൈൽ ഒന്നെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ സൈലൻറ്റിൽ ഇടണം. അത് അയാൾ ചെയ്തില്ല. ചിലപ്പോൾ മറന്നു വീടുണ്ടാവും. പക്ഷെ ആ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ പിന്നെ അവിടുന്ന് പള്ളി വിട്ടു പോകേണ്ട ആവശ്യമുണ്ടോ? മനുഷ്യനല്ല നമ്മൾ ബോധിപ്പിക്കേണ്ടത്. മനുഷ്യൻ്റെ മുമ്പിൽ നീ ഒരു കാരണവശാലും കരയാൻ പാടില്ല, തളരാൻ പാടില്ല. കർത്താവിൻ്റെ മുമ്പിൽ കരയുക, കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക, മനുഷ്യൻ്റെ മുമ്പിൽ ചിരിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചിരിക്കണം അവിടെ കിടന്നത്. അത് കുഴപ്പമൊന്നുമില്ല, അച്ഛനല്ലേ പറഞ്ഞത്, സാരില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം തീർന്നു പോയി. വരാതിരിക്കുകയും പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് കൂടുതൽ അവനെ മുറിവേൽപ്പിക്കും. യേശുവെ നന്ദി, യേശുവെ ആരാധന. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നവോ? ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. മറ്റുള്ളവർ വിട്ടുപോയി. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നവോ? പൊയ്ക്കൊള്ളുക. യേശുവിന് ഒരു വിഷമമില്ല. നിങ്ങൾ പോകണമെങ്കിൽ പൊയ്ക്കൊള്ളുക. ശീമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? ആ ശിഷ്യന്മാരിൽ ശീമോൻ പത്രോസ് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? കണ്ട, ഇതാണ് സത്യം. ഞങ്ങൾ ആരുടെ അടുത്തേക്കും? അയാളോട് പോകാൻ പറഞ്ഞ പള്ളിയിൽ നിന്നില്ല. മൊബൈല് ഓൺ ചെയ്താക്കുന്ന ആരാണ്? അത് ഓഫ് ചെയ്തിടുന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞോളൂ. അതിന് അയാൾക്ക് വിഷമമായിപ്പോയി. കാരണം മറ്റുള്ളവർ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാളുടെ വില കുറഞ്ഞു പോയി. അയാൾ ഓടുന്ന് ഓടിപ്പോയി. നേരെ പോയത് ബാറിലേക്ക്. ദിവസവും ബാറിൽ പോകും. പിന്നെ ഒറ്റ ദിവസം പോലും പള്ളിയിൽ വരില്ല. അപ്പോൾ സാത്താൻ അവനെ വഴിയെടുത്തി നോക്കി എങ്ങനെയാണ്? അതാണ് കർത്താവ് പറയണത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. ഇത് നീ ഭക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ കർത്താവിന് മുമ്പിൽ നീ എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞെടുക്കണം? നിന്നെ വഴിയെടുത്തുള്ളത് സാത്താനാണ്. അവൻ നിന്നെ തട്ടിക്കളയും കിട്ടുന്ന സമയം നോക്കി. ഹല്ലേലൂയ. യേശുവേ നന്ദി. അത് പറയണേ, നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. പത്രോസ് പറയണം, നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ്
ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പത്രോസ് പറയുന്നു, നീ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് കുറച്ച് ജ്ഞാനം കിട്ടി, അധികമില്ല, കുറച്ച്. കാരണം 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞു, ഓടിക്കളഞ്ഞു. എവിടെ പോയാലും ഞാൻ പോകില്ല, മരിക്കേണ്ടി വന്നാലും പോകില്ല എന്നൊക്കെ പത്രോസ് പറഞ്ഞെങ്കിലും ആ ഒരു രംഗം കണ്ടപ്പോഴത്തേനും അവന് ഓടി തീ കാഞ്ഞിട്ട് 3 പ്രാവശ്യം തള്ളിപ്പറയുകയും കോഴി കൂവുകയും അപ്പോൾ അവൻ ഹൃദയം നൊന്ത് കരയൊക്കെ ചെയ്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശു അവരോട് പറഞ്ഞു, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. യേശു പറയുന്നു, 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, പോവാ, അതിൽ നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്. ഈ പിശാച് ഉള്ള കൂട്ടായ്മയിലുണ്ട് എല്ലാവരും. ഏത് ദേവാലയം അന്നുമുണ്ട് ഇന്നുമുണ്ട്. 10 പേര് കൂടണതിൽ ഒരുത്തൻ പിശാചുണ്ടാവും. 100 പേര് കൂടുന്നിടത്ത് 10 പേര് പിശാചിൻ്റെ വഴിയിലൂടെ നടക്കുന്നവരുണ്ടാവും. നമ്മളറിയില്ല. ഇത് കാണാൻ വെച്ചാൽ ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവൻ ഇത് പറഞ്ഞത് സീമോൻ സഖറിയാത്തയുടെ മകനായ യൂദാസിനെ കുറിച്ചാണ്. യൂദാസ് ഒറ്റിക കൊടുക്കുമെന്നും ഇങ്ങനെയൊക്കെ 30 വെള്ളിക്കാശ് മേടിക്കുമെന്നൊക്കെ യേശുവിനെ അറിയാം. അതാണ് യേശു അവിടെ പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സ്വർഗീയ പിതാവിൻ്റെ പുത്രനായ യേശുവേ, അവിടുത്തെ അമ്മയായ പരിശുദ്ധ മറിയം ഗർഭം ധരിച്ച ജീവൻ്റെ വചനം കേട്ട് ഞങ്ങളെ വഴി നടത്തുന്നവനായ പിതാവിൻ്റെ പുത്ര, ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം കൊണ്ട് ഞങ്ങളെ തൃപ്തിയാക്കണമേ എന്നും വചനം വായിക്കാനും വചനം കേൾക്കാനും ഞങ്ങളുടെ കണ്ണുകളെയും കാതുകളെയും തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണ്, ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഇന്ന് ഞങ്ങളുടെ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്നും നിത്യം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.